ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മൂന്ന് ഫ്ലേവറും ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി കേക്ക് റെസിപ്പി. നിയോപ്പൊളിറ്റൻ കേക്ക് എന്നാണ് കേട്ടോ നമ്മളിതിന് പറയാറ്. അപ്പോൾ ഇത് 3 ഫ്ലേവർ വരുന്നതുകൊണ്ട് നിങ്ങൾ കരുതും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 kg വെയിറ്റ് വരുന്ന നിയോപ്പൊളിറ്റൻ കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരിച്ചിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ആയിരുന്നാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 4 മുട്ടയും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും വാനില എസൻസും ഒന്നങ്ങ് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 4 എഗ്ഗ് 1 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഹൈ സ്പീഡിൽ ഒരു 8 മിനിറ്റ് മതി കേട്ടോ. ഈ ഒരു ബീറ്ററിന് 7-8 മിനിറ്റ് അതിനുള്ളിൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിന് സമയം എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബീറ്ററിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ വേറെ ബീറ്റർ ഞാൻ മോളിനെക്സിൻ്റെ ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിനേക്കാളും ഒരു 2 മിനിറ്റ് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് കേട്ടോ ബീറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബീറ്ററിൻ്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് എത്ര മിനിറ്റ് കൊണ്ടാണ് ഇതങ്ങ് പൊങ്ങി കിട്ടുക എന്നുള്ളതിനുള്ള ആൻസർ ഇതാണ്. നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ശരി, ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2-3 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് പതിയെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു തവണ ചേർത്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് പാല് ചേർക്കണം. അപ്പോൾ ഈ ഒരു 4 എഗ്ഗ് വെച്ചിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ബാക്കി 1 ടേബിൾ സ്പൂൺ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിലെന്താ ഓയിൽ ആഡ് ചെയ്യാത്തതെന്ന്. ഞാൻ ഇത് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്ത കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വീട്ടിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ ചേർക്കാറില്ല. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്താൽ കേക്ക് ഒന്നും കൂടി നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. ചേർത്തില്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പായിട്ട് പോകുന്നില്ല. ചില സമയത്ത് നമുക്കത് ഓപ്ഷണൽ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ 2 ബാറ്റർ ഒരേ സൈസും 1 ബാറ്റർ വളരെ കുറച്ചധികം എടുക്കുന്നുണ്ട്. 4 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നത്. അതിൽ ചോക്ലേറ്റ് ഫ്ലേവർ നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശരി, ഞാൻ ബാറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോട്ട് നമ്മുടെ വാനില ബാറ്റർ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ബാറ്റർ സെയിം അളവിലും 1 ബാറ്റർ കുറച്ചധികം എടുക്കണം. അപ്പോൾ നമ്മുടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ബാറ്ററിലോട്ട് ബാക്കി 2 ബാറ്റർ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 1 ബാറ്ററിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഡാർക്ക് കോക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ആ 1 ടേബിൾ സ്പൂൺ പാല് കോക്കോ പൗഡർ ചേർക്കുമ്പോഴാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പം ഇതും നമുക്ക് പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇതും 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 കേക്ക് ടീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ബാറ്ററാണ് നമ്മൾ കുറച്ചധികം ബാറ്റർ വേണമെന്ന് പറഞ്ഞത്. അതായത് സാധാ 2 ബാറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്തതിനേക്കാളും കുറച്ചധികം ഉണ്ട് കേട്ടോ. മനസ്സിലായി, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 2 ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലുള്ള സ്ട്രോബെറി എസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 45 രൂപ 50 രൂപയുടെ ഉള്ളിൽ എങ്ങാനും ഉള്ളൂ ഇങ്ങനത്തെ എസൻസിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ട്.
അത് നമുക്ക് 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. 3 കേക്ക് ടിന്നും ഒരേ സൈസാണ് 6 ഇഞ്ചിൻ്റെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ 3 കേക്ക് ടിന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ തവണയായിട്ടും ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മൂന്നാമത്തെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് 3 കേക്ക് ടിന്നും ഒരുമിച്ചാണ് ഞാൻ അവനിൽ വെക്കുന്നത്. അപ്പോൾ അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത അവനാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. 20 മിനിറ്റാണ് കേട്ടോ ബേക്കിംഗ് ടൈം വന്നിട്ട്. 3 കേക്കിനും ഒരേ സമയം തന്നെയാണ്. 20 മിനിറ്റ് കൊണ്ട് 3 കേക്കും നമുക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, 20 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് ചൂടെല്ലാം മാറിയിട്ട് ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ആ സമയത്ത് നമുക്ക് വേറെയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിൽ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 3 ഫ്ലേവറിലുള്ള കേക്ക് സ്പഞ്ചും ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, 3 കേക്കും ഒരേ സൈസിൽ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എല്ലാം 3 ബാറ്ററും ഒരേപോലെ എടുത്താൽ മതി. ഞാൻ കേക്ക് ഒന്നും കൂടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 ലെയറായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരി, ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ ക്രീം 1 kg കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫിയോണ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലേക്ക് ഐസിങ് ഷുഗർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ ഐസിങ് ഷുഗർ 1 കപ്പ് അളവ് ക്രീമിലോട്ട് അത്രയും മതി. അപ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗർ പുറത്തുനിന്നാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലും ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് ഒട്ടും തരികളില്ലാത്ത രീതിയിൽ പഞ്ചസാര പൊടിച്ചെടുത്തത് നിങ്ങൾ ചേർത്താലും മതി. അപ്പോൾ ദേ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു 3 ഫ്ലേവറിലുള്ള കേക്ക് പോലെ തന്നെ 3 ഫ്ലേവറിലുള്ള ക്രീമും വേണം. അതേപോലെ തന്നെ 3 ഫ്ലേവറിലുള്ള ഷുഗർ സിറപ്പും വേണം. അപ്പോൾ ഒന്ന് പാൽ, ഇത് ഇപ്പോൾ 1 കപ്പ് അളവിൽ പാലും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂട് മാറിയിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷുഗർ സിറപ്പും പിന്നെ ഒരെണ്ണത്തിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പും പിന്നെ ഒരെണ്ണത്തിൽ സ്ട്രോബെറിയുടെ എസൻസ് മിക്സ് ചെയ്തിട്ടുള്ള സ്ട്രോബെറി സിറപ്പുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 ഫ്ലേവറിലുള്ള ക്രീമും 3 ഫ്ലേവറിലുള്ള ഷുഗർ സിറപ്പാണ് നമ്മുടെ ഈ ഒരു നിയോപ്പൊളിറ്റൻ കേക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമും ഷുഗർ സിറപ്പും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വാനില സ്പഞ്ചാണ് വെക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ അങ്ങ് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാത്തത്. എന്നാലും ഞാൻ ഈ സൈഡിൽ മെഷർമെൻറ്റ് എഴുതി കാണിക്കാം, എത്രയാണ് ഈ ഒരു 1 kg നിയോപ്പൊളിറ്റൻ കേക്ക് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ വാനില കേക്ക് വെച്ച് കൊടുത്തു, ക്രീം സ്പ്രെഡ് ചെയ്തു, ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒരല്പം വിപ്പിംഗ് ക്രീമിലോട്ട് ആക്കിയതിന് ശേഷം ഇതേപോലെ അങ്ങ് നമുക്ക് ലെയറിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഗനാഷും ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട്. അത് നമുക്ക് ഇടയിലായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നങ്ങ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഫ്ലേവർ ആയിട്ടുള്ള സ്ട്രോബെറിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു വാനില ഫ്ലേവറിലുള്ള ഷുഗർ സിറപ്പിൽ ഒരു 2 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു ഷുഗർ സിറപ്പിന് സ്ട്രോബെറിയുടെ കളർ, സ്ട്രോബെറി എസൻസ് ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ട്രോബെറി ക്രീം സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് 2 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ എസൻസ് കൂടി ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ 3 ഫ്ലേവറിലുള്ള ഫ്രോസ്റ്റിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലോട്ട് വീണ്ടും നമ്മുടെ സ്ട്രോബെറി എസൻസ് ചേർത്തതിന് ശേഷം അതും ഇതിൻ്റെ ലെയറിലായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ.
ഇനി അവസാനമായിട്ട് നമ്മുടെ 4ാമത്തെ ലെയറും ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ക്രീം വെച്ചിട്ട് കേക്ക് ഒന്നങ്ങ് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് മുഴുവനായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ 10 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കോടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കേക്കിന് ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു ഫ്ലേവറിൻ്റെ ആ ഒരു ടച്ച് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. താഴെ നമ്മുടെ സാദാ വിപ്പിംഗ് ക്രീമും അതിൻ്റെ അടുത്തതായിട്ട് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമും പിന്നെ സ്ട്രോബെറി വിപ്പിംഗ് ക്രീമും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. എന്തോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ഒതൻറ്റിക് ലുക്ക് തന്നെ ആയിരിക്കും ഇത്. ഈ ഒരു നമ്മുടെ 3 ഫ്ലേവറും പുറമേ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രിപ്പിംഗ് ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പും കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഡ്രിപ്പിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടും ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റോസറ്റ് നോസിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു പിങ്ക് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഡെക്കറേഷനായിട്ട് നമ്മൾ മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി നിയോപ്പൊളിറ്റൻ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ പേര് പോലെ തന്നെ കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റിയാണ്. 3 ഫ്ലേവറിലുള്ള കേക്കല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ഒരു കേക്ക് 1 kg 950 ആണ് വാങ്ങുന്ന റേറ്റ് വന്നിട്ട്. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്